യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. കർത്താവിൻ്റെ പരസ്യ ജീവിതകാലം ആരംഭിച്ചു. ഇനി അങ്ങോട്ടുള്ള നാളുകൾ തിരക്ക് പിടിച്ച വചനപ്രഘോഷണ ദൗത്യത്തിൻ്റെ നാളുകളാണ്. പഴയ നിയമജനത സ്വപ്നം കണ്ട ദൈവത്തിൻ്റെ കടന്നുവരവ്, മനുഷ്യകുലത്തിന് വിമോചനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ജനതകൾക്ക് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും മരിച്ചവർക്ക് സൗഖ്യവുമൊക്കെ കൊടുത്ത് ഈശോ തെരുവീഥികളിൽ നിന്ന് തെരുവീഥികളിലേക്ക് പാഞ്ഞു പോവുകയാണ്. അവിടുത്തെ വചനപ്രഘോഷണം ശ്രവിക്കാൻ വേണ്ടി പാതയോരങ്ങളിലും മലയുടെ മുകളിലും കടൽ തീരത്തുമൊക്കെ ജനക്കൂട്ടം കൂട്ടമായിട്ട് ഇരിക്കുന്ന സാഹചര്യം. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പെങ്കിലും തങ്ങളുടെ മേലൊന്ന് സ്പർശിച്ചാൽ തങ്ങളുടെ രോഗങ്ങൾ, തങ്ങളുടെ മക്കളുടെ, തങ്ങളുടെ ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾ മാറിപ്പോകുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ജനസഞ്ചയങ്ങൾ അവൻ്റെ പിന്നാലെ പരക്കം പായുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൗത്യ നിർവഹണ പ്രയാണത്തിൽ യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഈ 12 പേരെയും തിരഞ്ഞെടുക്കുന്നതിന് ഏറ്റവും കൃത്യമായ മാനദണ്ഡം സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. 3 കാര്യങ്ങൾ മർക്കോസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തന്നോടുകൂടി ആയിരിക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകാൻ വേണ്ടിയിട്ട് ഈശോ 12 പേരെ അയക്കുകയാണ്. കൂടെയായിരിക്കുന്നവനാകണം ശിഷ്യൻ, അവന് വേണ്ടി വചനം പ്രഘോഷിക്കുന്നവനാകണം ശിഷ്യൻ, അവന് വേണ്ടി പൈശാചിക ശക്തികളെ തുരത്തുന്നവനാകണം ശിഷ്യൻ. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോ അടിവാരത്തേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സെലക്ട് ചെയ്യുന്നത് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ക്രിസ്തു ശിഷ്യന്മാരാകാൻ നിയോഗിക്കപ്പെട്ടവരാണല്ലോ. ക്രിസ്തു ശിഷ്യന്മാരുടെ റോള് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ള ജനതകൾക്ക് പങ്കുവയ്ക്കപ്പെടേണ്ടത്. കർത്താവ് പറഞ്ഞ ഈ 3 കണ്ടീഷൻസ് എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായ പ്രമേയം. തന്നോട് കൂടെ ആയിരിക്കാൻ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാൻ, അവനോട് ഉപവസിക്കാൻ, ഞാൻ എൻ്റെ തമ്പുരാനോടൊത്താണ് എന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ സാധിക്കുക. എൻ്റെ ജീവിതവും പ്രവൃത്തിയുമൊക്കെ തമ്പുരാൻ ആഗ്രഹിക്കുന്നതും തമ്പുരാൻ കൽപ്പിക്കുന്നതും പോലെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഞാൻ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്വന്തമെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യന്റെ ദൗത്യം ക്രിസ്തുവിനെ പ്രഘോഷിക്കില്ല, അവന് കർമ്മസാക്ഷ്യം വഹിക്കില്ല. കടന്നു പോകുന്ന വഴികളിലൊക്കെ യേശുവിനെ ജീവിതത്തിലൂടെ പ്രതിബിംബിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അവൻ പഠിപ്പിച്ചവയും അവൻ കാണിച്ചു തന്നവയും അവൻ നടത്തിയ അത്ഭുതങ്ങളും അവൻ നടത്തിയ രോഗശാന്തികളുമെല്ലാം ഈ ജനതയോട് വിളിച്ചു പറഞ്ഞ് അവരെയൊക്കെ ക്രിസ്തു മാർഗത്തിലൂടെ നയിക്കുന്നവരാകാൻ എനിക്കും നിങ്ങൾക്കും കടമയുണ്ട് എന്നത് 2ാമത്തെ കാര്യം. 3ാമതായി ഈശോ പറഞ്ഞു വെച്ചു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നവനാകണം ക്രിസ്തു ശിഷ്യൻ.
ഇസ്രായേൽ സമൂഹത്തിൽ ക്രിസ്തുനാഥൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ രോഗപീഠകൾ പോലും പൈശാചിക ശക്തികൾ മൂലം കടന്നു വരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. കാലമേറെ മാറിയെങ്കിലും ഇന്നും നമുക്കറിയാം തിന്മയുടെ ദുരാത്മശക്തികൾ, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പൈശാചിക പീഡനങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, ഇവനെ വിട്ട് പുറത്തു പോവുക എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്ന് ക്രിസ്തു ശിഷ്യന് നഷ്ടപ്പെട്ടോ എന്നതാണ് നമ്മൾ ഭയക്കേണ്ടത്. വൈദികരും സന്യസ്തരും വചനപ്രഘോഷകരുമൊക്കെ ഏറെ പേര് ഇക്കാര്യത്തിൽ നന്മയുടെ മുഖമങ്ങളായി മാറുന്നുണ്ടെങ്കിൽ അതിലേറെ പേര് പിൻവൈലേലിയൻ്റെ സ്വഭാവത്തിലേക്ക് മാറുക. ഞാനായിട്ട് ഒന്നും പറയണില്ല, ഞാനായിട്ട് ആരുടെയും തലയിൽ കൈയിട്ട് പ്രാർത്ഥിക്കുന്നില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്തിൽ സംഭവിക്കാൻ ഞാൻ ഒരു കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം ഉൾവലിയുന്നവരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും മാറുന്ന ഒരു സാഹചര്യം. പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, നമ്മുടെയൊക്കെ വിളിയുടെ വലിയ ദൗത്യം, വലിയ വിജയം, വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന തന്നെയല്ലേ? ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സകല ക്രൈസ്തവരും ഒരേ സ്വരത്തിൽ ഏറ്റുപറയുകയും ഒരേ ആത്മാവ് കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം. യേശുവിനെ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കാൻ, ഈശോയെ ഇനിയും പുനർസൃഷ്ടിച്ച ജനതകൾക്ക് നൽകാൻ വേണ്ടി ഗോതമ്പപ്പത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തമ്പുരാനെ മറ്റുള്ളവർക്ക് ദൃശ്യമാക്കി കൊടുക്കാൻ, മുന്തിരിച്ചാറിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തത്തെ മറ്റുള്ളവർക്ക് പാനം ചെയ്യാനായിട്ട് പങ്കുവെക്കാനുള്ള വലിയ ദൗത്യം ക്രിസ്തുനാഥൻ നമ്മളെയാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യങ്ങളാകാൻ, പ്രത്യക്ഷത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ഒരു രോഗികളുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അടുക്കിലേക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന മാതാപിതാക്കളുണ്ട്. ഇന്നും വിശ്വാസം ഉറഞ്ഞു പോകാത്തൊരു സമൂഹം നമുക്കുണ്ട് എന്നതിൻ്റെ നന്ദിയാണത്. അവർ കുഞ്ഞുങ്ങളുമായിട്ട് വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ അടുക്കൽ വരുമ്പോൾ അവിടെ നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ പാപമേഖലകളിൽ നിന്ന് മോചിപ്പിച്ച് ദൈവിക മക്കളുടെ സാന്നിധ്യത്തിലേക്ക്, പദവിയിലേക്ക് ഉയർത്തുന്നു എന്ന് പറയാൻ, നിന്നിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ ദുരാത്മശക്തികളും നിന്നെ വിട്ടുപോകട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇന്ന് നമുക്ക് കൈമോശം വന്നോ എന്ന് നമ്മളേറെ ഗൗരവത്തോടെ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ വിളി, ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വിളി വിവിധ 3 കാര്യങ്ങളുടെ നിർവഹണത്തിനാണ് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വൈദികനും സന്യസ്തനും ഒന്നുമാകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മായ വചനപ്രഘോഷകരുടെ കാലഘട്ടമാണ്. ലോകമെമ്പാടും ക്രിസ്തുവിനെ എത്തിക്കുവാനുള്ള തിരക്ക് പിടിച്ച യാത്രയിൽ നമുക്ക് ഈ മൂല്യങ്ങൾ കൈമോശം വന്നുകൂടാ. ഈ ധാർമ്മികതയെ നമുക്ക് മറന്നുകൂടാ. ഏറ്റവും ഹൃദയപരമാർത്ഥതയോടെ ക്രിസ്തു സാക്ഷികളായി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവൻ്റെ അപ്പസ്തോലന്മാരുടെ കൂടെ പേരെഴുതി ചേർക്കപ്പെട്ടവനാണ് ഞാനും എന്ന ബോധ്യത്തോടെ തമ്പുരാന് പ്രിയങ്കരരായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാവല്ലവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.